ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങൾ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ആ ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവരെ എല്ലാവരെയും ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ ജിൻഹോ അവർക്ക് നേരെ പോവാണ്. സ്റ്റാമിനയും ഹെൽത്തും വളരെയധികം കുറവാണ്. ഫുൾ റിക്കവറി യൂസ് ചെയ്യാനും പറ്റില്ല എന്ന് കരുതി ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ നിന്നും പുറത്തു വരും എന്ന് പറഞ്ഞ ജിൻഹോ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇവൻ ഓരോ ആർമർ ബീസ്റ്റിനെയും ഇല്ലാതാക്കുന്ന സമയത്ത് ആ പോർട്ടൽ വഴി വേറെ ഒരുപാട് ആർമർ ബീസ്റ്റുകൾ അങ്ങോട്ട് വരുന്നു. ഒരുപാടെണ്ണത്തിനെ പഞ്ച് ചെയ്ത് അവസാനം അവന്റെ കൈയൊക്കെ പൊളിയുന്നു. ഒരുപാടധികം ക്ഷീണിച്ചു പോയ ജിൻഹോന് പതി അവന്റെ ബോധം പോകുന്നത് പോലെ തോന്നുന്നു. ഹണ്ടേഴ്സിനിടയിൽ അവനൊരു ഇരട്ട പേര് കൂടിയുണ്ട്, ദ വീക്കസ്റ്റ് ഹണ്ടർ. ഒരു ഹീറാങ് ഡഞ്ചന്റെ അകത്ത് പോയി അവിടെ നിന്നും പരിക്ക് പറ്റി അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അത്രയും വീക്കാണ് അവൻ എന്നാരോ പറയുന്നത് പോലെ അവന് തോന്നുന്നു. ജിൻഹോ, നിന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, നീ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യ എന്ന് മിസ്റ്റർ സോങ്ങും ജൂയും ഒക്കെ പറയുന്നത് പോലെ അവന് തോന്നുന്നു. പെട്ടെന്നാണ് അവന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, നിനക്ക് അങ്ങനെ തന്നെ വേണം. നോക്കുന്ന സമയത്ത് ജിൻഹോന്റെ പഴയ വേർഷൻ ആയിരുന്നു അത്. ഒരു ഹീറാങ്കർ ആയിട്ടുള്ള നീ ഇത്രയും ദൂരം വന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ എന്തിനാ ഇനിയും സ്ട്രോങ് ആയിട്ട് മാറണോന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ജിൻഹോ എന്ന് അവന്റെ പഴയ വേർഷൻ അവനോട് ചോദിക്കുന്നു. എന്റെ ബോഡി ഇപ്പോ ഫൈറ്റ് ചെയ്യുന്ന കണ്ടീഷനിലല്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തെ. നിങ്ങൾ എന്താ പോവായിരുന്നേ എന്ന് ചെയർമാൻ ഗോ ജിഞ്ചലിനോട് ചോദിക്കുന്നു. ഞാനൊരു സെക്യൂരിറ്റി ഓഫീസർ അല്ലേ, ഞാൻ പോവേണ്ട ആവശ്യമില്ലല്ലോ. ഫിസിക്കലി ഡാമേജ് ആയി ഒരുപാട് പേർ മരിച്ചുപോയി. രക്ഷപ്പെട്ടവർക്ക് മെന്റലി ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എല്ലാ ഹണ്ടേഴ്സും ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് ചെയർമാൻ ഗോ പറയുന്നു. സത്യം പറയാലോ ജിൻഹോ, നിന്നെ എനിക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നീ ആൾ ഒരുപാടധികം മാറിപ്പോയി. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ തന്നെയല്ലേ ആ പഴയ ഈ റാങ്കർ. ഞാൻ കാരണം നീ ഇപ്പോ ഒരുപാടധികം മാറിപ്പോയി. അതൊന്നും നിനക്ക് പോരെ എന്ന് പഴയ ജിനു അവനോട് ചോദിക്കുന്നു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുവാണ് പുതിയ ജിനു. അവൻ ഓരോന്ന് പറഞ്ഞ് ഇവന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ആർമർ ബീസ്റ്റ് വരുന്നു. അവന്റെ തല പിടിച്ച് തറയിൽ ഒറ്റയിടി അങ്ങിടിക്കുന്നു. നിന്റെ മരണത്തിന് അവസാനം നീ തന്നെയായിരിക്കും കാരണം എന്ന് ഓൾഡോ വേർഷൻ പറയുന്നു. ഇതെല്ലാം ആ ടെമ്പിളിൽ നടന്ന പോലെ തന്നെ ഉണ്ടല്ലോ, ഇതാണോ എന്റെ അവസാനം എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ജിൻഹോ. പെട്ടെന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഡെയിലി ക്വിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് അവനിപ്പോ പെനാൽറ്റി സോണിലോട്ട് പോകുന്നു. ഈ സിസ്റ്റത്തിന് നീ മരിക്കുന്നതിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തോ ജസ്റ്റ് മിസ്സിന് നീ രക്ഷപ്പെട്ടു എന്ന് ഓൾഡോ വേർഷൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് അവൻ പെനാൽറ്റി സോണിലോട്ട് പോകുന്നു. ഇന്ന് ഞാൻ ഡെയിലി ക്വിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, പക്ഷെ അത് കാരണമാണ് ഞാൻ മരിക്കാതെ രക്ഷപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സിസ്റ്റം എന്നോട് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു. ഈ വർക്ക് ഒരുപാടധികം ഡിഫിക്കൽട്ട് ആണെന്നാണോ അല്ലെങ്കിൽ ഞാൻ സർവൈവ് ആവണമെന്നാണോ അത് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പോർഷൻ അവൻ എടുത്തു കുടിക്കുന്നു. അവനിപ്പോ റിക്കവർ ആവുന്നു. പക്ഷേ HP റിക്കവർ ആക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി ലെവലപ്പായ മാത്രമേ എന്നെ കൊണ്ട് റിക്കവർ ആവാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ആ മരുഭൂമിയിലെ ആ വലിയ ജീവികൾ അങ്ങോട്ട് വരുന്നത്. ഇത് ഞാൻ വിചാരിച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ അതിന് നേരെ പോകുന്നു. എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ സാധിച്ച അവരെ തീർച്ചയായിട്ടും എനിക്ക് കാണാൻ പറ്റും. ഇവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് വീണ്ടും സ്ട്രോങ് ആവാൻ സാധിക്കും. എന്ന് പറഞ്ഞ ജിൻഹോ ആ ജീവിയെ പൊക്കോലൂടാന്നും പറഞ്ഞു പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജീനേനെയാണ്. അവനെടുത്തു വെച്ച ഫുഡ് കണ്ട് ഇവൻ ഇപ്പോഴും വന്നില്ലേ? ഇത്രയും നേരം ഇവൻ എന്ത് ജോലി ഈ ചെയ്യുന്നേ? ഒരുപക്ഷെ ഗേൾ ഫ്രണ്ട് എങ്ങാനും സെറ്റായി കാണുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. നാളെ ഒരു പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, അവൻ വരുവോ എന്തോ. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻഹോനെയാണ്. ഇതിനോടകം തന്നെ എല്ലാ മോൺസ്റ്റേഴ്സിനെയും അവൻ ഇല്ലാതാക്കുന്നു. ലെവലപ്പ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യുന്നത് വളരെയധികം കൺവീനിയന്റ് ആണ്. ടൈം അവസാനിക്കാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ എനിക്ക് പുതിയ ഗിയർ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നൈറ്റ് കില്ലർ എന്ന ഒരു സോഡ അവൻ മേടിക്കുന്നു. ആർമർ ബീസ്റ്റിനെ ഇനിയും 25% ഡാമേജ് ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നീട് അവൻ ഇഗ്രിസിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുവാണ്. റൂളേഴ്സ് ഹാൻഡ് എന്ന ഒരു പുതിയ സ്കിൽ അവന് കിട്ടുന്നു. ആ സ്കില്ല് യൂസ് ചെയ്താ ദൂരെയുള്ള ഒരു സാധനം തൊടാതെ തന്നെ നമ്മളെ കൊണ്ട് അനക്കാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മറ്റതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും എന്ന് പറയുവാണ് ജിൻഹോ. ടൈം അവസാനിക്കുന്നു. വീണ്ടും ആർമർ ബീസ്റ്റുകളുടെ അടുത്തോട്ട് വരുവാണ് അവൻ. കുറച്ചുനേരം അവിടെ നിന്നും മാറി നിന്ന സമയം കൊണ്ട് ഒരുപാട് ആർമർ ബീസ്റ്റുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേസമയം എസ്ട്രങ് ഹണ്ടേഴ്സ് എല്ലാവരും ആ ഐലാൻഡിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിനക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് കമാൻഡർ ചായ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് ചായനും പറയുന്നു. സാർ, ആ ഐലാൻഡില് എന്തോ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുവാണ് ക്യാപ്റ്റൻ. ഇതേസമയം തന്റെ മുമ്പിൽ വരുന്ന എല്ലാ ബീസ്റ്റുകളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഹോ. പക്ഷെ എത്രയൊക്കെ കൊന്നിട്ടും അവൻ ലെവലപ്പ് ആവുന്നില്ല. ആ മേജേഴ്സ് എന്താ ചെയ്തോണ്ടിരിക്കുന്നേ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ജിൻഹോ. അപ്പോഴാണ് ആ കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ആ മേജേഴ്സ് ആണ് അവിടെ ഇരുന്ന് ഈ പോർട്ടലുകളെല്ലാം ഓപ്പൺ ആക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് ആ മേജേഴ്സിനെയാണ് എന്ന് പറഞ്ഞ ജിൻഹോ വളരെ വേഗത്തിൽ മുകളിലോട്ട് ചാടി അവിടെ ഉണ്ടായിരുന്ന ഒരു മേജറിനെ കൊല്ലുന്നു. സോ അവർ സമൻ ചെയ്ത എല്ലാ ആർമർ ബീസ്റ്റുകളും അവിടെ താഴെ വീഴുന്നു. ഇനിയും 4 മേജേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ജിൻഹോ ആ മേജേഴ്സിന്റെ അടുത്തോട്ട് ചെന്ന സമയത്ത് തന്നെ മേജിക് ഉപയോഗിച്ച എല്ലാ ആർമർ ബീസ്റ്റുകളെയും വെച്ച് അവനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് മേജേഴ്സ്. എന്നാൽ തന്റെ മുൻപിൽ വരുന്ന എല്ലാ ബീസ്റ്റുകളെയും ഇല്ലാതാക്കി ജിൻഹോ മുന്നിലോട്ട് തന്നെ പോകുന്നു. വളരെ സ്പീഡിൽ പോയി ആ മേജറിനെയും കൊല്ലുന്നു. ഇനി 3 പേർ കൂടി തങ്ങളെ ഇല്ലാതാക്കാൻ വരുന്ന ജിൻഹുവിനെ കണ്ട അവർ 3 പേരും ഒരുമിച്ച് തങ്ങളുടെ ശക്തി യൂസ് ചെയ്യുന്നു. ഒരു വലിയ ബീസ്റ്റിനെ അവരവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിനെല്ലാം കാരണം ആ മേജേഴ്സ് ആണ്. ആദ്യം അവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ജിൻഹു ആ 3 മേജേഴ്സിനെയും ഒറ്റയടിക്ക് അങ്ങ് കൊന്നു കളയുന്നു. സോ ജിൻഹുവിന് ഇതൊക്കെ ആനമയിൽ ഒട്ടകമാണ്. സോ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് റിലാക്സ് ആവുന്ന സമയത്താണ് ആ വലിയ ബീസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. നിന്നെ സമൻ ചെയ്ത മേജേഴ്സ് എല്ലാം ചത്തുപോയില്ലേ, നീയും ഡിസ്ട്രോയ് ആവാ എന്ന് പറഞ്ഞ് അവന്റെ സോഡ് ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ വലിയ ബീസ്റ്റും അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സമയത്താണ് 29 മിനിറ്റ് അവൻ അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ജോബ് ചേഞ്ചിങ് കോസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നു. ഇനി അഡ്വാൻസ് ക്ലാസ്സിലോട്ട് പോവാം എന്ന് പറയുവാണ് ആ നോട്ടിഫിക്കേഷൻ. ഞാൻ ലെവലപ്പ് ആവുന്നതിനനുസരിച്ച് എനിക്ക് ജോബ് ചേഞ്ച് കോസ്റ്റ് വന്നുകൊണ്ടേയിരിക്കൂ എന്ന് ചിന്തിച്ചു നിൽക്കുവാണ് ജിൻഹോ. പെട്ടെന്നതാ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. പ്ലെയേഴ്സ് എങ്ങോട്ടേക്ക് പോകുന്നു അവരെ ഏഞ്ചൽ ഓഫ് ഡെത്ത് ഫോളോ ചെയ്യും. പ്ലെയർ ചൂസ് ചെയ്യുന്ന എല്ലാ വഴിയിലും മരണമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. പ്ലെയറിനെ കൊണ്ട് ഷാഡോ ആർമിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ത് ഷാഡോ ആർമിയോ എന്ന് ചിന്തിക്കുവാണ് ജിൻഹോ. പുതിയൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. നെക്രോമാൻസർ. എന്ത് നെക്രോമാൻസറാ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇതുപോലെ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ. യൂഷ്വലാ നെക്രോമാൻസർ എന്ന് പറയുന്നത് ഒരു തരം മാജിക് ഗ്ലാസ് ആണ്. അതിൽ ചാവാതിരിക്കുന്ന മോൺസ്റ്റേഴ്സിനെ സർവൻസ് യൂസ് ചെയ്യും. പക്ഷെ ഞാനൊരു അസാസിയൻ പോലെയാണ്. എന്റെ കോമ്പാക്ട് സ്റ്റൈലും ക്ലോസ് റേഞ്ച് ആണ്. എന്റെ പവർ എന്ന് പറയുന്നത് എന്റെ സ്ട്രെങ്ത് ആണ്. എന്റെ സ്കിൽസും അതിനോടൊപ്പം നിൽക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നെക്രോമാൻസർ എന്ന ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ചെയ്തതെല്ലാം വെറുതെയാവും. സോ സിസ്റ്റർ അവനോട് യെസ് ഓർ നോ എന്ന് ചോദിക്കുന്നു. ഞാനിത് റിജക്ട് ചെയ്താലോ? ഞാൻ എന്റെ ക്ലാസ് നെക്രോമാൻസറിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് ഹിഡൻ ക്ലാസ്സോ? ഓ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഇതിനൊരു സ്പെഷ്യൽ പവർ ഉണ്ടായിരിക്കുമോ? നെക്രോമാൻസർ അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഒരു എക്സാമ്പിൾ കിട്ടിയ നന്നായിരുന്നേനെ. സോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ജിൻഹോ. അപ്പോഴാണ് അവൻ ഇല്ലാതാക്കിയ മേജേഴ്സിനെ അവൻ കാണുന്നത്. എന്ത് സമ്മണിങ് മേജിക്കോ? അതെ, ഇവിടെ ഉണ്ടായിരുന്ന മേജേഴ്സ് എല്ലാം ആ സമ്മണിങ് മേജിക് ആണ് യൂസ് ചെയ്തത്. നെക്രോമാൻസറും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഉണ്ടായ ഈ ഫൈറ്റ് എനിക്ക് ഇതിനു മുൻപ് നടന്ന എല്ലാ ഫൈറ്റുമായിട്ട് സാദൃശ്യം തോന്നി. ഇതൊരു ജോബ് ചേഞ്ചിങ് ക്വസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ, പക്ഷെ ഇതെല്ലാം മുന്നേ തന്നെ അറേഞ്ച് ചെയ്ത പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഈ സിസ്റ്റം ആണോ ചെയ്യുന്നത്? എന്തായാലും ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നവരൊന്നും അത്രയും സ്ട്രോങ് അല്ല, എന്നാ ഞാൻ വളരെ സ്ട്രോങ് ആണ്. ഒരു നെക്രോമാൻസർ ആയിരിക്കുന്നത് കൊണ്ട് ഫൈറ്റ് ചെയ്യരുതെന്ന് യാതൊരു റൂളും ഇല്ല. സ്റ്റാറ്റിന് പറ്റിയ പോലെ ക്ലാസ്സുകളും വർക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലെവലപ്പ് ആവുന്ന സമയത്ത് എന്റെ സ്കിൽസും വർദ്ധിക്കും. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഷാഡോ ആർമിയും വളരെയധികം പവർഫുൾ ആണെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞ ഇനി മുതൽ ഞാൻ സോളോ ലെവലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ജിൻഹോ എസ് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചെയർമാൻ ഗോയിനെയും ജിഞ്ചലിനെയാണ്. ഹണ്ടേഴ്സ് ടീം ഇതിനോടകം തന്നെ ഇപ്പോ ആ ദ്വീപിൽ പോയി ഇറങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചെയർമാൻ ഗോ ജിഞ്ചലിനോട് ചോദിക്കുന്നു. നെക്രോമാൻസർ എന്ന ജോബ് ജിൻഹോ അക്സെപ്റ്റ് ആക്കിയിരിക്കുന്നു. സിസ്റ്റം വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ടൈം അവൻ അവിടെ സർവൈവ് ചെയ്തു. സോ അത് കാരണം അവന് 3 പോയിന്റ്സ് കിട്ടുന്നു. ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ യൂസ് ചെയ്യാത്തതിനും വേറെ റിവാർഡ്സും കിട്ടുന്നു. പറ്റുന്ന അത്രയും സമയം സർവൈവ് ആവാൻ മാത്രമേ സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എനിമീസിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കി അവർ രക്ഷപ്പെട്ടതിനും സ്പെഷ്യൽ റിവാർഡ്സും അവന് കിട്ടുന്നുണ്ട്. ഒരുപാട് പോയിന്റ്സ് ഉണ്ടായതുകൊണ്ട് നെക്രോമാൻസറിൽ നിന്നും ഷാഡോ മോണർക്ക് എന്ന ഒരു ടൈറ്റിൽ അവന് കിട്ടുന്നു. ഓ, ഇപ്പോ തന്നെ ഞാൻ ഹയർ ക്ലാസ്സിലോട്ട് പോയോ? ഒരുപാട് പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. സോ റിവാർഡ്സ് ഒക്കെ വന്നതുകൊണ്ട് ക്വസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു എന്ന് ജിൻഹോ ചിന്തിക്കുന്ന സമയത്താണ് മരിച്ചു കിടക്കുന്ന എല്ലാ സോൾജേഴ്സും വേദന കൊണ്ട് ഒച്ച വെക്കുന്നത് പോലെ അവന് തോന്നുന്നത്. ഷാഡോസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനായി ഒരു വേർഡ് സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. വേർഡോ? എന്ത് വേർഡ് കൊടുക്കും? ശരി, അറൈസ്. സോ അറൈസ് എന്ന് പറഞ്ഞത് കൊണ്ട് മരിച്ചുപോയ എല്ലാ സോൾജേഴ്സിൽ നിന്നും ഓരോ ഷാഡോസ് എഴുന്നേറ്റ് വരുന്നു. സോ അവരെല്ലാവരും ഇപ്പോ ജിൻഹുന്റെ ഷാഡോ സോൾജേഴ്സ് ആയിട്ട് മാറുവാണ്. ഷാഡോ എക്സ്ട്രാക്ഷൻ എന്ന് മാത്രമല്ലാതെ ഷാഡോ സ്റ്റോറേജ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനും കൂടി വരുന്നു. ജിൻഹോനിപ്പോ അവന്റെ ഷാഡോസിനെല്ലാം സ്റ്റോർ ചെയ്ത് അവന് ആവശ്യമുള്ള സമയത്ത് സമൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. മരിച്ചുപോയ ആ മേജേഴ്സിനെയും എന്നെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവരിവരും വളരെ ഡിഫറെന്റ് ലെവലല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് ജിൻഹോ ഇഗ്രീസിനെ നോക്കുന്നു. ഷാഡോ എക്സ്ട്രാക്ഷൻ പോസിബിൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ കിടക്കുന്ന ഇഗ്രീസ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും എന്ന് ജിൻഹോ ചിന്തിക്കുന്നു. സോ ഇഗ്രീസിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള സ്റ്റോറേജ് അവന്റെ ഷാഡോ സ്റ്റോറേജിലില്ല. അതുകൊണ്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന 7 ഷാഡോസിനെ അവൻ പിരിച്ചുവിടുന്നു. ഇഗ്രീസ് ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ അത് ഇനിയും ഞാൻ സ്ട്രോങ് ആവാൻ സഹായിക്കും എന്ന് ചിന്തിച്ച് ജിൻഹോ അറൈസ്
എന്ന് പറയുന്നു. സോ ഗ്രീസിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രോസസ് അവിടെ നടന്നു. പക്ഷെ അത് ഫെയിലായി. ഇനി 2 പ്രാവശ്യം മാത്രമേ അത് ട്രൈ ചെയ്യാൻ സാധിക്കൂ. അറൈസ് എന്ന് വീണ്ടും ജിൻഹു പറയുന്നു. എന്നാൽ അതും ഫെയിലാവുന്നു. ഹണ്ടേഴ്സിനെ കൊണ്ട് ഒരിക്കലും അവരുടെ റാങ്ക്സ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ഡെയിലിയും ട്രെയിനിങ് എടുത്ത് നമ്മുടെ സ്കിൽ നമ്മളെ കൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് ചെയർമാൻ ഗോ പറയുന്നത് കാണിക്കുന്നു. നൈറ്റ് കമാൻഡർ ഇഗ്രീസ്, നീ ഒരു വാരിയറാണ്, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജനിച്ചവൻ. ആളില്ലാത്ത ഈ ത്രോണിന് കാവൽ നിന്ന് നീ നിന്റെ സമയം കളയണോ? ആളില്ലാത്ത ഈ സിംഹാസനത്തിന് കാവൽ നിൽക്കുന്നതിന് പകരം നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ കൂടെ നിനക്ക് വരാം. അറൈസ്. ഡെയിലിയും പുതിയ ആളുകൾ അവേക്നിങ് ആയിക്കൊണ്ടേയിരിക്കണം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ഈ മനുഷ്യരാശിയെ മുഴുവനായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരാൾ വന്ന വളരെ നന്നായിരുന്നു എന്ന് ചെയർമാൻ ഗോ പറയുന്നു. നൈറ്റ് കമാൻഡറിന്റെ ഷേഡോ ഇതിനോടകം അതിന് പുറത്തു വരുവാണ്. ഈ നൈറ്റ് കമാൻഡറിന് ഒരു പേര് കൊടുക്കണം എന്ന് സിസ്റ്റം പറയുന്നു. അതിലെന്താ സംശയം? ഇഗ്രീസ് എന്ന് തന്നെയാണ് എന്ന് ജിൻഹുയും പറയുന്നു. സോ ഇഗ്രീസും മറ്റു എല്ലാ ഷേഡോസും അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുവാണ്. ഇതുപോലൊരു പവറാണ് അവൻ ആഗ്രഹിച്ചത്. സോ അവന് വേണ്ടി ഇപ്പോ അവൻ ഒരു ആർമിയെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിക്കുന്നത്. ജൂജു ഐലാൻഡിലെത്തിയ എല്ലാ ഹണ്ടേഴ്സും അവിടെ ഒരു കാഴ്ച കാണുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മോൺസ്റ്റേഴ്സും ഇപ്പോ ഇവോൾവ് ആയിരിക്കുവാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ എസ്ട്രോങ് ഹണ്ടേഴ്സിനെ കൊണ്ടുപോലും ഇല്ലാതാക്കാൻ പറ്റാത്ത മോൺസ്റ്റർ ആ ജീജു ഐലാൻഡിൽ ഉണ്ടായിരുന്നു. അത് അവിടെ ഉള്ളത് കൊണ്ട് മനുഷ്യർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി ആ മോൺസ്റ്റേഴ്സിനെ അവിടെ വിട്ടിട്ട് വരുവാണ്. എന്നാൽ ഇപ്പോ ആ മോൺസ്റ്റേഴ്സിനെല്ലാം ആൾട്ടർനേഷൻ സംഭവിച്ചിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അടുത്ത സീസൺ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.